Hi, this is Vijita Anish, NCLEX RN trainer at Athena Coaching Center. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളുടെ എല്ലാ വീഡിയോയും പോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോ ആണ്. NCLEX RN എക്സാംസിന് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിരിക്കുന്ന ഏരിയ സർജിക്കൽ നഴ്സിംഗിൽ നിന്നാണ്. സർജിക്കൽ നഴ്സിംഗ്, ദാറ്റ് മീൻസ് പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. NCLEX RN എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പെരി ഓപ്പറേറ്റീവ് നഴ്സിംഗ്. അത് പ്രത്യേകിച്ച് നഴ്സസിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പേഷ്യൻസിന് സർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സർജറി ഒരു ഇൻ്റർവെൻഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസും ഇൻട്രാ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷനും അതുപോലെ തന്നെ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസും നമ്മൾ നോർമലി ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിലബസ് അനുസരിച്ചിട്ടുള്ള ഓരോ ടോപ്പിക്സും അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ പ്രത്യേകം പറയുന്നു, ബേസിക് കോൺസെപ്റ്റ് അതെന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും ഏത് രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മളുടെ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, സർജറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ 3 ഡിഫറെൻറ്റ് ലെവലിലാണ് ഇൻ്റർവെൻഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന്, പ്രീ ഓപ്പറേറ്റീവ് ലെവലിൽ എന്ത് ഇൻ്റർവെൻഷൻ കൊടുക്കും. 2, ഇൻട്രാ ഓപ്പറേറ്റീവ് ലെവലിൽ ഏത് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രിപ്പറേഷൻ ആണ് കൊടുക്കേണ്ടത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ലെവലിൽ ഏത് തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ് ആണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസിൽ അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഒരു വില്ലിങ്നെസ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് നമുക്കൊരു പെർമിഷൻ തരണം. ഓക്കെ, എൻ്റെ ബോഡിയിൽ നിങ്ങൾക്കൊരു ഇൻസിഷൻ ഇട്ടിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യാം, എൻ്റെ ബോഡിയാണല്ലേ. നമ്മളുടെ ബോഡിയിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഒരു ഇൻവേസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പേഷ്യൻ്റ് പെർമിഷൻ തരണം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പേഷ്യൻ്റ് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക, പേഷ്യൻ്റ് ഒരു പെർമിഷൻ തരിക, ദാറ്റ് മീൻസ് കൺസെൻറ്റ്. അപ്പോൾ ഇതൊരു ലീഗൽ പോയിന്റ് ആണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൂടാതെ പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി കുറയ്ക്കുക, അതുപോലെ തന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക. ഇതൊക്കെ പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം. ഒന്ന്, കൺസെൻറ്റ്, ദാറ്റ് മീൻസ് പെർമിഷൻ, പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ ഗ്യാരണ്ടി ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ദ ലെവൽ ഓഫ് ആങ്സൈറ്റി നീഡ് ടു ബി റെഡ്യൂസ്ഡ്. പേഷ്യൻറ്റ് ഡെഫിനറ്റ്ലി ആങ്ഷ്യസ് ആയിരിക്കും അല്ലേ, സർജറി ചെയ്യാൻ പോവാണ്, എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ഉറപ്പായിട്ടും പേഷ്യൻറ്റ് കൺസേൺഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും. സോ ആങ്സൈറ്റി കുറയ്ക്കുക. മൂന്നാമത്തത്, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഓൾ ഇൻവെസ്റ്റിഗേഷൻസ്, ഓക്കെ, നോട്ട് ഓൺലി ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ കൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഹു ഈസ് റെസ്പോൺസിബിൾ ടു ടേക്ക് കൺസെൻറ്റ്. ആരാണ് കൺസെൻറ്റ് എടുക്കേണ്ടത്? ആരാണോ ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത് ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് കൺസെൻറ്റ് എടുക്കുക എന്നുള്ളത്. സോ നൗ ഹു ഈസ് റെസ്പോൺസിബിൾ ടു ടേക്ക് കൺസെൻറ്റ്? കൺസെൻറ്റ് എടുക്കേണ്ട ആളെന്ന് പറയുന്നത് ഈ പ്രൊസീജിയർ ചെയ്യുന്ന ആളാണ്. സോ ഹിയർ ദ സർജൻ ഈസ് ഗോയിങ് ടു ഡു ദ സർജറി. സോ ഇവിടെ കൺസെൻറ്റ് എടുക്കേണ്ട ആള് സർജനാണ്. ഹു ഹാസ് ടു ഗിവ് കൺസെൻറ്റ്? ആരാണ് ഇവിടെ കൺസെൻറ്റ് കൊടുക്കേണ്ടത്? കൺസെൻറ്റ് എടുക്കുന്നത് സർജനും കൺസെൻറ്റ് കൊടുക്കേണ്ടത് പേഷ്യൻറ്റുമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. 2,
പേഷ്യൻറ്റിന് കൺസെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെൻ ഐ നീഡ് ടു ജസ്റ്റ് ഗിവ് മൈ കൺസെൻറ്റ്, ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഞാനൊരു കൺസെൻറ്റ് കൊടുക്കണമെങ്കിൽ ഓക്കെ എൻ്റെ ബോഡിയിൽ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് എനിക്ക് ഇങ്ങനെ ഒരു സർജറി ചെയ്യുന്നത്. സോ ഇങ്ങനെ സർജറിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും, ഫോർ എക്സാമ്പിൾ why the surgery is required, that means indication. Okay, what would be the procedure that is going to happen? So entire procedure, what would be the time taken for? Fine. What would be the post-operative intervention and what would be the post-operative effectiveness? Okay, അപ്പോൾ സർജറി കഴിയുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും, എന്തായിരിക്കും സർജറി കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻ്റ് ബേസിക്കലി അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുടെ അടുത്തുനിന്ന് മാത്രമായിരിക്കണം നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്ത് കൺസെന്റ് എടുക്കാൻ പറ്റുക. അപ്പൊ ആരാണ് കൺസെന്റ് കൊടുക്കേണ്ടത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേഷ്യൻ്റ് ആണ് കൺസെന്റ് കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാനിപ്പോൾ മുന്നിൽ പറഞ്ഞിട്ടുള്ള സർജറിയെ കുറിച്ചിട്ടുള്ള എൻ്റെയർ ഇൻഫർമേഷൻസ് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന, അതിനെ കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക അല്ലേ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കൺസെന്റ് കൊടുക്കുന്ന ആള് ഒന്ന് അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിവുണ്ടായിരിക്കണം, അയാൾ മെന്റലി ചാലഞ്ച്ഡ് ആവരുത്, പേഷ്യന്റ് ഫുള്ളി കോൺഷ്യസ് ആയിരിക്കണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അയാൾക്കൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ മാത്രമാണ് അയാൾക്ക് കൺസെന്റ് തരാൻ പറ്റുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ യൂഷ്വലി ഒരു മെച്യൂർ ഏജ് പറയുന്നുണ്ട്. നോർമലി ഇന്ത്യൻ റൂൾ അനുസരിച്ച് നമ്മളുടെ മെച്യൂർ ഏജ് ഒരു 18 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്കിലും 17ഉം 16ഉം വയസ്സിലുള്ള കുട്ടികളിലും നമുക്കൊരു മെച്യൂരിറ്റി ഏജ് ആയിട്ട് ഇന്റർനാഷണലി കൺസിഡർ ചെയ്യാം. 16ൽ താഴെ 16 ബിലോ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് യൂഷ്വലി നമ്മളൊരു മെച്യൂർ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഇമാൻസിപ്പേറ്റഡ് മൈനറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇമാൻസിപ്പേറ്റഡ് മൈനർ എന്ന് പറഞ്ഞാൽ അവർ 18 വയസ്സായിട്ടുമില്ല, എന്നാൽ അവർ ഒരു മെച്യൂർ ഗ്രൂപ്പിൽ, അതായത് ഇപ്പം വീട്ടിൽ നിൽക്കാതെ പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ളവര്, മിലിറ്ററി സർവീസിൽ കയറിയിട്ടുള്ളവര്, കോളേജ് സ്റ്റുഡൻസ് ഹു ആർ ലിവിങ് എവേ ഫ്രം ദെയർ ഹോം. ഓക്കെ, ഇപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക? ഇമാൻസിപ്പേറ്റഡ് മൈനർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾക്കും അവർക്ക് 18 വയസ്സായില്ലെങ്കിലും എന്ത് ചെയ്യാം? കൺസെന്റ് തരാം. ഓക്കെ, ഇനി ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യുമ്പം ആ പേഷ്യന്റ് അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു കൊച്ചാണെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞിന് സർജറി ചെയ്യാൻ പോകുമ്പം 10 വയസ്സല്ലേ, അവരുടെ പാരൻസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് കൺസെന്റ്, ഈ കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയണം നിർബന്ധമായിട്ടും. ആസ് എ രജിസ്റ്റേർഡ് നഴ്സ്, this is very very important that we should explain that. It's not we should, as the whoever is going to perform the procedure. So സർജൻ നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ അടുത്ത് പറയണം. എങ്ങനെ പറയണം? ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. ഓക്കെ, ഓരോ കുട്ടികളുടെയും 10 വയസ്സുള്ള കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ അതിൻ്റെതായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടല്ലേ, ആ ഒരു ലെവലിൽ നിന്നിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഒരു അപ്പൻഡിസെക്ടമി ചെയ്യാൻ പോകുന്ന 10 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, സി യു ആർ ഹാവിങ് സിവിയർ പെയിൻ ആൻഡ് the management would be appendicectomy because your appendix got inflamed and we are going to do appendicectomy. ആ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു സയൻസ് പഠിക്കുന്ന കുട്ടിയാണ്, സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി സയൻസ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് അപ്പൻഡിക്സും അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന എന്തെങ്കിലും അറിയാം. അപ്പൊ ആ കുട്ടീൻ്റെ അടുത്ത് ആ ഇൻറ്റസ്റ്റൈൻ ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അത് എടുത്ത് കളയുവാണ്. അല്ലാതെ ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ അപ്പൻഡിസെക്ടമി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചിന് മനസ്സിലാവോ? ഉറപ്പായിട്ട് മനസ്സിലാവില്ല. അപ്പം നമ്മളുടെ ഓപ്പോസിറ്റ് ഉള്ള ആള് ഏത് ലെവലിലാണ്, ദാറ്റ് മീൻസ് നമ്മുടെ പേഷ്യൻറ്റിന്റെ ലെവൽ ഏതാണ്, ആ പേഷ്യൻറ്റിന് നമ്മൾ പറയുന്ന ഇൻഫർമേഷൻ കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇൻഫോം ചെയ്യാനായിട്ട്. ക്ലിയർ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ പോയിന്റ്സ് നിങ്ങൾക്ക് ഒന്ന് നോക്കാം. സർജൻ ഒബ്റ്റെയിൻ സർജറി കൺസെന്റ് ആൻഡ് ഇറ്റ് ഈസ് നെസസറി ഫോർ ഈച്ച് ആൻഡ് എവറി procedure. Even for a minor procedure, consent is very very important. Okay,
അപ്പൊ കൺസെന്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹിയർ യു കെൻ ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. What should the nurse do initially when obtaining consent for surgery? ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസെന്റ് എടുക്കുമ്പോൾ ഇവിടെ ഇനീഷ്യലി ആദ്യം ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലാവുണ്ടോ? സോ ഓപ്ഷൻ 1 പറയുവാണ് ഡിസ്ക്രൈബ് ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ സർജറി. അതായത് സർജറി റിലേറ്റഡ് ആയിട്ട് അല്ലെ സർജറിയിൽ വരുന്ന റിസ്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. 2, എക്സ്പ്ലെയിൻ ദാറ്റ് obtaining the signature is a routine procedure. It's routine for every surgery. അതാണോ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. 3, witness the client signature which the nurse's signature will document. അതാണോ നമുക്ക് ആൻസർ ആയിട്ട് എടുക്കേണ്ടത്. And determine whether the client's knowledge level is sufficient to give consent. ഓക്കെ, അതായത് ഈ ഒരു പേഷ്യന്റിന് അഡിക്വേറ്റ് ആയിട്ടുള്ള നോളജ് ലെവൽ ഉണ്ടോ കൺസെന്റ് തരാൻ പാകത്തിന്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ 4 സിറ്റുവേഷൻസ് തന്നിരിക്കുന്നത്, അല്ലെ 4 വാട്ട് ഈസ് ദാറ്റ് ഇന്റർവെൻഷൻ തന്നിരിക്കുന്നത്. ഇതില് ഒരു കൺസെന്റ് എടുക്കുമ്പോൾ ഡു ഇനീഷ്യലി, ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ? എല്ലാം ഓപ്ഷൻ വേണ്ടതാണ് കേട്ടോ. റിസ്ക് ഇൻവോൾവിങ് സർജറി എപ്പോഴും ഓർത്തിരിക്കുക. സർജറിയെ കുറിച്ചിട്ടുള്ള റിസ്ക് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് പറഞ്ഞു കൊടുക്കില്ല. ദാറ്റ് വിൽ ബി ഓൾവേസ് എക്സ്പ്ലെയിൻഡ് ലേറ്റർ. ഓക്കെ, സോ യു ക്യാൻ ജസ്റ്റ് റിമൂവ് ദിസ് ആൻസർ. ക്ലിയർ? ആൻഡ് വാട്ട് ദ സെക്കൻഡ് സേസ്, എക്സ്പ്ലെയിൻ അബൌട്ട് ഒബ്റ്റെയിനിങ് ദ സിഗ്നേച്ചർ വിച്ച് ഇസ് റുട്ടീൻ. എല്ലാ സർജറിയിലും റുട്ടീൻ ആയിട്ട് നമ്മൾ ഇത് എടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഇതും കളയാം. ആൻഡ് വാട്ട് ദ തേർഡ് സേസ്, വിറ്റ്നസ് ദ ക്ലൈന്റ് സിഗ്നേച്ചർ. ക്ലൈന്റിന്റെ സിഗ്നേച്ചർ വിറ്റ്നസ് ചെയ്യുക. വിച്ച് ദ ക്ലൈന്റ് സിഗ്നേച്ചർ വിൽ ദ നേഴ്സ് സിഗ്നേച്ചർ വിൽ ഡോക്യുമെന്റ്. എന്നിട്ട് നേഴ്സിന്റെ സിഗ്നേച്ചർ ഡോക്യുമെന്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഡൺ ഇനിഷ്യലി. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ സേസ് ഡിറ്റർമൈൻ whether the client's knowledge level. ഈ പേഷ്യന്റിന് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ലെവൽ ഓഫ് നോളജ് ഉണ്ടോ, ഇല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക, ആ ഒരു രീതിയിലേക്ക്, ആ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ദ നേഴ്സ് കൺസിഡർ വെൻ ഒബ്റ്റെയിനിങ് an informed consent from 17-year-old adolescent. 17-year-old adolescent ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് ഒരു കൺസെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. വാട്ട് ഷുഡ് ദ നഴ്സ് കൺസിഡർ വെൻ ഒബ്റ്റെയിനിങ് an informed consent from, okay, 17-year-old. സോ ഇവിടെ ഏജ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ കൺസെന്റ് 17-year-old നിന്നും കൺസെന്റ് എടുക്കുമ്പോൾ നേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? 1, if the client is allowed to give consent. ക്ലയന്റിന് കൺസെന്റ് കൊടുക്കാൻ അലൗഡ് ആണോ? 2, the client cannot make informed decision about health care. ഈ ഒരു ഏജിലുള്ള ഒരു കുഞ്ഞിന് പ്രോപ്പറായിട്ട് ഹെൽത്ത് കെയറിനെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ ഏബിൾ അല്ല എന്നാണ് ഇവിടെ നമ്മുടെ എന്ത് പറയുന്നത്, ഈ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. ഓക്കെ, അപ്പം അത് വേണമെന്ന് നോക്കണേ. തേർഡ് ഓപ്ഷൻ പറയാണ്, ഇഫ് ദ ക്ലൈന്റ് ഈസ് പെർമിറ്റഡ് ടു ഗീവ് വോളണ്ടറി കൺസെന്റ് വെൻ പാരന്റ്സ് ആർ നോട്ട് അവൈലബിൾ. അതായത് പാരന്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ പേഷ്യൻസിന് വോളണ്ടറി കൺസെന്റ് എടുക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ആൻഡ് വാട്ട് ദ ഫോർത്ത് വൺ സേസ്, ദ ക്ലൈന്റ് പ്രോബബ്ലി വിൽ ബി അൺഏബിൾ ടു ചൂസ് ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് വെൻ ആസ്ഡ് ടു കൺസെന്റ്. അതായത് ഒരു കൺസെന്റ് ചോദിച്ച് കഴിയുമ്പം, അല്ലെങ്കിൽ കൺസെന്റ് നമ്മളിപ്പം കൺസെന്റിനെ കുറിച്ച് പറയുമ്പം, കൺസെന്റ് എടുക്കാൻ പറയുമ്പം ഇവിടെ ഈ പേഷ്യന്റിന് പ്രോബബ്ലി അതിനുള്ളൊരു എബിലിറ്റി ഇല്ലാന്ന് മനസ്സിലാവുണ്ടോ? അതായത് ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി പേഷ്യന്റിന് ഇല്ല എന്നാണ് ഫോർത്ത് വൺ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതായിരിക്കും ഒരു 17 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ
കൺസെന്റ് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ബീങ് എ നേഴ്സ്, നമ്മൾ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഓക്കെ, സോ ഇതിനകത്ത് 4th വൺ പറയുകയാണ്, ഈ ഒരു ഏജില് ഓൾട്ടർനേറ്റീവ്സ് വിച്ച് ഇസ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് ബാഡ് എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ്സിന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു എബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി റോങ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4th വൺ ആൻസർ അല്ല, അപ്പൊ അത് റിമൂവ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ ഇവർക്ക് തന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ യു കെൻ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ്. ഓക്കെ, സോ 2 എണ്ണം കളഞ്ഞു, ഇനി 2 എണ്ണമാണുള്ളത്. എപ്പോഴും നിങ്ങളുടെ എക്സാംസിനാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആട്ടോ വരണേ. അതായത് നമുക്ക് എപ്പോഴും 2 ആൻസർ കളഞ്ഞതിന് ശേഷം ബാക്കി 2 എണ്ണത്തിൽ നിന്ന് വേണം നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ട്രഡീഷണൽ ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ പറയുകയാണ്, ഇഫ് ദ ക്ലയന്റ് ഈസ് അലൗഡ് ടു ഗീവ് കൺസെന്റ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ 17 വയസ്സുള്ള ഒരു പേഷ്യന്റിന് കൺസെന്റ് പെർമിറ്റഡ് ആണെങ്കിൽ, ആ രാജ്യത്തെ റൂൾസ് അത് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 17 വയസ്സ് ഒരു മൈനർ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നില്ല, കൺസെന്റ് എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് വുഡ് ബി ഗുഡ് ആൻസർ. ഫൈൻ. ഇനി മൂന്നാമത്തെ പറയാണ്, ഇഫ് ദ ക്ലയന്റ് ഇസ് പെർമിറ്റഡ് ടു ഗീവ് വോളണ്ടറി കൺസെന്റ് വെൻ പാരന്റ്സ് ഇല്ലെങ്കിൽ. പാരന്റ്സ് ഇല്ലാത്ത സമയത്ത് വോളണ്ടറി കൺസെന്റ് പേഷ്യൻസ് എടുക്കുക എന്നുള്ളത് ഒരു ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല. കാരണം ഈവൻ പാരന്റ്സ് ഉണ്ടെങ്കിലും ഇമാൻസിപ്പേറ്റഡ് മൈനറിന് കൺസെന്റ് കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ 17 വയസ്സ് നമ്മളുടെ ലീഗൽ റൂൾസ് അനുസരിച്ച് 17 വയസ്സിൽ കൺസെന്റ് കൊടുക്കാൻ പെർമിഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഏജിൽ തന്നെ നമുക്ക് കൺസെന്റ് എടുക്കാം. അപ്പൊ ഇവിടുത്തെ ബെറ്റർ ആൻസർ ഏതാണ്? ഫസ്റ്റ് വൺ. ക്ലിയർ? ഇതാണ് കൺസെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ്റെ ബേസിക് ഐഡിയ മനസ്സിലാക്കിയതിന് ശേഷം വേണം ഓപ്ഷൻസ് വായിച്ചിട്ട് അതിനകത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബേസിക് ഐഡിയയും പിന്നെ നമ്മളുടെ ഈ ഒരു ഏരിയയെ കുറിച്ച് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ പഠിച്ചു വെച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതാണ് റോങ് ആൻസർ എന്ന് പറഞ്ഞ് അത് മനസ്സിലാക്കി ആ റോങ് ആൻസറിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചാൽ യു വിൽ ബി ഇൻ ദ കറക്റ്റ് ട്രാക്ക്. ഓക്കെ, ഓരോരുത്തരും ക്വസ്റ്റ്യനെ വായിച്ച് മനസ്സിലാക്കുന്നതും ഓപ്ഷൻസിന്റെ കറക്റ്റ് മീനിങ് കോംപ്രിഹെൻഡ് ചെയ്യുന്നതും പല രീതിയിലാണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അതായത് ഓരോരുത്തരും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്നത് തന്നെ പല രീതിയിലായിരിക്കും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ക്വസ്റ്റ്യൻ അത് അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. മനസ്സിലായോ? ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വേ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ക്ലിയർ? അപ്പോൾ അങ്ങനെ പ്രോപ്പർ സപ്പോർട്ടോടുകൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾ n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. പക്ഷെ എന്നിരുന്നാലും അതിന് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇനി ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, so thank you for watching. God bless you all.